എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലോട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വെയിറ്റേഴ്സിനും അതുപോലെ തന്നെ ഷെഫുമാർക്കും വേണ്ടിയുള്ള കുറച്ച് വേക്കൻസികളാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഷെഫുമാർക്ക്, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിനൊക്കെ ഉള്ള വേക്കൻസിയാണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയായിരിക്കും അത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വേക്കൻസിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളും ഈ ഒരു മേഖലയിലേക്ക് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കൂടിക്കോളൂ. ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും എനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടിക്കോളൂ. കാരണം ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ക്രൂസ് ഷിപ്പിംഗ് മേഖലയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷൻസും വേക്കൻസീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ഞാൻ എവിടെ നിന്നെങ്കിലും കേട്ട കാര്യങ്ങളല്ല, പരമാവധി ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അതായത് 8 വർഷക്കാലത്തോളം ഞാൻ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് വൈകിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ബാർ ഡിപ്പാർട്ട്മെൻറ്റ്, റെസ്റ്റോറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഗാലി ഡിപ്പാർട്ട്മെൻറ്റ്. ഗാലി എന്ന് പറയുന്നത് കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്കുള്ള വേക്കൻസികളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതായത് കൊമ്മി ഫസ്റ്റ് തുടങ്ങി നമ്മൾക്ക് ഏകദേശം ഷൂ ഷെഫ് വരെയുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം എന്തൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്ന്. പിന്നെ വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ബാർ മാനേജറിന് വേക്കൻസി ഉണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് വൈൻ കീപ്പറിനും വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ MSCക്ക് അവരുടെ ഓൺ യാച്ച് ക്ലബ്ബുണ്ട്. അതിലേക്കും കൊമ്മിക്കും DCDPക്കും നമ്മൾക്കിപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച്. നമ്മൾക്ക് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് വേണം. അത് മെയിനായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ബാറും അതുപോലെ തന്നെ വെയിറ്റേഴ്സിനും വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും ഗസ്റ്റുമായിട്ട് സംസാരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതേസമയം ഗാലി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർ ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ എക്സ്പീരിയൻസും ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സർട്ടിഫിക്കറ്റും ഈ ഒരു വേക്കൻസിയിലേക്ക് ചോദിക്കുന്നില്ല. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായി മിനിമം 2 ഇയർ ഇതേ മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. കാരണം MSc സാധാരണ ഇതിന് മുന്നേ എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവരായിരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയല്ല. ഇതിലൊരു 4 സ്റ്റാർ 5 സ്റ്റാർ ലെവൽ ഹോട്ടലുകളിൽ ഒന്നും പഠിക്കാതെ തന്നെ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേക്കൻസീസൊക്കെ വളരെ കുറവാണ് വരുന്നത്. കാരണം എൻട്രി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ഏരിയ അറ്റൻഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് വേണ്ട എന്ന് പറയാറുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള പൊസിഷനുകൾ വരുമ്പോൾ അങ്ങനെയല്ല സാധാരണ പറയാറുള്ളത്. മറ്റ് ചില കമ്പനികളൊക്കെ പറയുന്നത് നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കൂടെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലല്ലാതെ ഒരു വേക്കൻസിയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യുക. ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും താഴെ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്, നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ്, ഈ ഒരു മേഖലയിലേക്ക് വരുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് വീഡിയോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഒരുപാട് പേരോട് എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മുടെ ഹോം പേജിൽ പോയി നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യുക. അത് മാത്രമല്ല, ഇത്രയും നല്ല വേക്കൻസീസ് ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാത്തവർക്ക് വേണ്ടി ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കില്ല ഈ വീഡിയോ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാകും ഇതിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവരിലേക്കും കൂടി എത്തുക. എല്ലാവർക്കും ഒരു വിദേശ ജോലി സ്വപ്നം കാണുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു വഴിയാവട്ടെ ഈ ഒരു വേക്കൻസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഇൻഫർമേഷൻസും പുതിയ വേക്കൻസീസുമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ബൈ.